Welcome, my dears. Today we are going to discuss about a new chapter, and I am your English faculty, Akshaya Ajish. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു പുതിയ വിഷയത്തെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് എന്ത് ഇംഗ്ലീഷിലെ ലിറ്റിൽ എ ലിറ്റിൽ. എന്താണ് ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത് എന്ന് നമ്മൾ പറയൂലേ, ലിറ്റിൽ കുറച്ച് എന്ന് നമ്മൾ പറയില്ലേ. എ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോർഷൻ ആണ്. ഇംഗ്ലീഷിൽ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഇംഗ്ലീഷിൽ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസേജുകൾ വരുന്നത്, എവിടെയൊക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ ശരിക്കും അതിൻ്റെ അർത്ഥം വരുന്നത് എങ്ങനെയാണ്? അല്പം. മലയാളത്തിൽ നമ്മൾ പറയില്ല അല്പം, അല്ലെങ്കിൽ കുറച്ച് എന്ന് നമ്മൾ പറയില്ലേ, കുറച്ച്. ഇതാണ് കറക്റ്റ് ശരിക്കും ഇതിൻ്റെ അർത്ഥം. ഈ 4 വേർഡുകളുടെയും മലയാളത്തിൽ അർത്ഥം വരുന്നത് എന്താണ്? കുറച്ച് അല്ലെങ്കിൽ അല്പം. കുറച്ച് എന്ന് പറയുന്നതാണ് ഇതിലെ മലയാളത്തിൽ അർത്ഥം വരുന്നത്. പക്ഷേ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലിറ്റിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലിറ്റിൽ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ വരുന്ന ഒരു ഫീലിംഗ് എന്താന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. ഇപ്പം ഞാൻ സെൻറ്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നേരെ മറിച്ച് നമുക്ക് എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗും ആണ് വരുന്നത്. ഓക്കെ, എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് നെഗറ്റീവ് ഫീലിംഗ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലിറ്റിൽ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ എന്ന് നമ്മൾ പറയണം. കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. ഓക്കെ, ഇതാണ് മലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? കുറച്ചുണ്ട്. ഓക്കെ, കുറച്ച് ഉണ്ട്, കുറച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാം. ഇപ്പോൾ ഞാൻ പറയാണ് there is little sugar in the box. ആ ബോക്സിനകത്ത് കുറച്ച് പഞ്ചസാരയേ ഉള്ളൂ. ലിറ്റിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ആണ് വരുന്നത്. കുറച്ചേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ എന്ന് നമ്മൾ പറയില്ലേ, കുറച്ച് പഞ്ചസാരയേ ഉള്ളൂ എന്ന് നമ്മൾ പറയല്ലോ. അപ്പോൾ there is a little sugar in the box എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോക്സിനകത്ത് കുറച്ച് പഞ്ചസാരയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വരുന്ന നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് വരുന്ന വ്യത്യാസം. അപ്പോൾ ലിറ്റിൽ, ഫ്യൂ എന്ന് പറയുന്ന വേർഡുകൾ കുറച്ചേ ഉള്ളൂ എന്ന് തന്നെയാണ്, കുറച്ച് അല്ലെങ്കിൽ അല്പം എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. പക്ഷേ ഇതിന് രണ്ടിനും നെഗറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. മനസ്സിലായോ? ഇതിന് രണ്ടിനും നെഗറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. മനസ്സിലായോ? ഇതിന് രണ്ടിനും നെഗറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പോസിറ്റീവ് ഫീലിംഗും ആണ് അവിടെ വരുന്നത്. മനസ്സിലായോ? എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് വരുന്നത്. എന്താന്ന് വെച്ചാൽ കുറച്ചുണ്ട്, അതിൻ്റെ കയ്യിൽ കുറച്ച് പഞ്ചസാരയുണ്ട്. പിന്നെന്താ പറയുന്നത്? ഐ ഹാവ് ലിറ്റിൽ മണി ടു സ്പെൻഡ്. എന്താണ്? എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ചിലവാക്കാനുള്ളൂ, കുറച്ച് പൈസ എൻ്റെ കയ്യിലുള്ളൂ. ഐ ഹാവ് എ ലിറ്റിൽ മണി ടു സ്പെൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ചിലവാക്കാനുണ്ട്. അപ്പോൾ ഈ 2 സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലേ? രണ്ടിനും 2 അർത്ഥമല്ല വരുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത് ലിറ്റിൽ ഫ്യൂ എന്ന് നമ്മൾ നെഗറ്റീവ് ഫീലിംഗ് തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പറയാറില്ലേ, കുറച്ച് പാലേ ഉള്ളൂ. there is little milk in the refrigerator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് കുറച്ച് പാലേ ഉള്ളൂ. ഓക്കെ, there is a little milk in the refrigerator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രിഡ്ജിനകത്ത് കുറച്ച് പാലുണ്ട് കേട്ടോ. നമ്മൾ പറയില്ലേ കുറച്ച് പാലുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ, അതിൽ കുറച്ചേ ഉള്ളൂ എന്ന് പറയില്ലേ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് ലിറ്റിൽ ഫ്യൂ അല്ലെങ്കിൽ എ ലിറ്റിൽ, എ ഫ്യൂ എന്നതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീലിംഗ് ആണ്, കുറച്ച്
കുറച്ചേ ഉള്ളൂ. അപ്പോൾ എ ലിറ്റിൽ എ ഫ്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫീലിംഗ് ആണ്. കുറച്ചുണ്ട്. നമ്മൾ പറയില്ലേ കുറച്ചുണ്ട്, കുറച്ച് പഞ്ചസാരയുണ്ട്, കുറച്ച് കാപ്പിപ്പൊടി ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് പാലുണ്ട്, കുറച്ച് പണം എൻ്റെ കയ്യിലുണ്ട് എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് പോസിറ്റീവ് ആണ് എന്നത് മാത്രം എ ലിറ്റിൽ എ ഫ്യൂ എന്ന് പറയുന്നതിൽ വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു നിയമം എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ നമ്മൾ എ ലിറ്റിൽ എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എ ലിറ്റിൽ എന്ന് പറയുക. അപ്പം നമ്മൾ പറഞ്ഞു ദർ ഈസ് ലിറ്റിൽ മിൽക്ക് ഇൻ ദ റെഫ്രിജറേറ്റർ. നമുക്ക് എണ്ണാൻ കഴിയുമോ? മിൽക്ക് നമുക്ക് എണ്ണാൻ കഴിയില്ല അല്ലേ. ദർ ഈസ് ലിറ്റിൽ ഓയിൽ ഇൻ ദ ബോട്ടിൽ. ഓയിൽ നമുക്ക് എണ്ണാൻ കഴിയുമോ? ഇല്ലല്ലോ. ദർ ഈസ് എ ലിറ്റിൽ ഷുഗർ ഇൻ ദ ബോക്സ്. എന്താണ് ഷുഗർ? നമുക്ക് എണ്ണാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിലുള്ള എണ്ണാൻ പറ്റാത്ത വാക്കുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ ലിറ്റിൽ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? എണ്ണാൻ പറ്റാത്തത് കേട്ടോ, എണ്ണാൻ പറ്റാത്തതാണ് കൗണ്ടബിൾ ആണ്. ഓക്കെ, ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലിറ്റിൽ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിറ്റിൽ അല്ലെങ്കിൽ എ ലിറ്റിൽ എന്ന് നമ്മൾ കാണിക്കുന്നത്. മാറിപ്പോവരുത്, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എ ഫ്യൂ എന്ന് പറയുന്നത് എന്താണ്? എണ്ണാൻ പറ്റുന്നത് കൗണ്ടബിൾ ആണ്. എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ ഫ്യൂ എന്ന് പറയുന്നത്. ദർ ഈസ് ഫ്യൂ പെൻ ഇൻ മൈ ഷെൽഫ്. കുറച്ച് പെന്നെ എൻ്റെ ഷെൽഫിനകത്തുള്ളൂ. പെന്ന് നമുക്ക് എണ്ണിയെടുക്കാം അല്ലെ. ദർ ഈസ് എ ഫ്യൂ ബുക്ക് ഇൻ മൈ ഷെൽഫ്. എന്താണ്? എൻ്റെ ഷെൽഫിനകത്ത് കുറച്ച് ബുക്കുകളുണ്ട്. ബുക്കുകൾ നമുക്ക് എണ്ണിക്കൂടെ? അപ്പോൾ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എ ഫ്യൂ എന്ന് നമ്മൾ പറയുന്നത്. എ ലിറ്റിൽ എന്ന് നമ്മൾ പറയുന്നത് എണ്ണാൻ പറ്റാത്തത്. ദർ ഈസ് എ ലിറ്റിൽ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ദർ ഈസ് എ ലിറ്റിൽ ഷുഗർ ഇൻ ദ ബോക്സ്. ദർ ഈസ് എ ലിറ്റിൽ ഓയിൽ ഇൻ ദ ബോട്ടിൽ. ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദ ബോട്ടിൽ എന്നൊക്കെ. വാട്ടർ നമുക്ക് എണ്ണാൻ കഴിയുമോ? അപ്പോൾ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ ലിറ്റിൽ എന്ന് പറയുന്നത്. എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെ കാണിക്കാൻ എ ഫ്യൂ എന്ന് നമ്മൾ കാണിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ലിറ്റിൽ എന്നതും ഫ്യൂ എന്ന് പറയുന്നതും ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തരുന്നത് എന്ന് പറഞ്ഞു അല്ലേ. നെഗറ്റീവ് ഫീലിംഗ് ആണ് തരുന്നത് എന്ന് പറഞ്ഞു. എ ഫ്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇത് ഒരു നിയമമാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കുക. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. ലിറ്റിലും ഫ്യൂവും ഒക്കെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് പോസിറ്റീവ് വരുന്ന സമയത്ത് ഈ ഒരു രണ്ടുപേരും അവർ ഒരുമിച്ചാണ്. അപ്പോൾ അതിൽ ലിറ്റിലും ഫ്യൂവും നെഗറ്റീവ് തരുന്നു, എ ലിറ്റിലും എ ഫ്യൂവും പോസിറ്റീവ് തരുന്നു. അടുത്ത നിയമം വരുമ്പോൾ എങ്ങനെയാണ്? ലിറ്റിൽ എന്ന് പറയുന്നത്, ലിറ്റിൽ ആൻഡ് എ ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? എണ്ണാൻ പറ്റാത്തതാണ്. എണ്ണാൻ പറ്റാത്തത്. ഓക്കെ, അൺകൗണ്ടബിൾ. ഓക്കെ, എണ്ണാൻ പറ്റാത്തതാണ്. ഇനി അപ്പോൾ ഫ്യൂ ആൻഡ് എ ഫ്യൂ എന്താണ് വരുന്നത്? ഫ്യൂ ആൻഡ് എ ഫ്യൂ എന്ന് പറയുന്നത് എണ്ണാൻ കഴിയുന്നത്, എണ്ണാൻ പറ്റുന്നത്. ഓക്കെ, കൗണ്ടബിൾ. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു നിയമമാണ്. ഇത് നമ്മൾ ഒരു ബോക്സിലാക്കി വെച്ചു. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ലിറ്റിൽ എന്ന് പറഞ്ഞാലും എ ലിറ്റിൽ എന്ന് പറഞ്ഞാലും ഫ്യൂ എന്നാലും എ ഫ്യൂ എന്ന് പറഞ്ഞാലും
മലയാളത്തിൽ അർത്ഥം വരുന്നത് എന്താണ്? അല്പം, കുറച്ച് എന്നതാണ്. അപ്പോൾ അതിൽ നിയമങ്ങൾ എന്താന്ന് വെച്ചാൽ ലിറ്റിൽ ഫ്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. എന്താണ്? കുറച്ചേ ഉള്ളൂ, ലിറ്റിൽ ഓയിൽ, കുറച്ച് ഓയിലേ ഉള്ളൂ. ഫ്യൂ പെൻ, ഫ്യൂ എന്നത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഫ്യൂ എന്നതുകൊണ്ട് ഉപയോഗിക്കുക. അത് നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വെക്കണം. ലിറ്റിൽ എന്ന് പറയുമ്പോൾ എന്താണ്? എണ്ണാൻ കഴിയാത്ത കാര്യങ്ങളെയാണ് ലിറ്റിൽ എന്നത് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ ദർ ഈസ് എ ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറച്ച് വാട്ടർ അതിനകത്തുണ്ട്. അപ്പൊ അതൊരു പോസിറ്റീവ് ഫീലിംഗ് തരുന്നുണ്ട് അല്ലെ. എ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. കുറച്ചുണ്ട് എന്ന് നമ്മൾ പറയാണ്. ലിറ്റിൽ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ ഉള്ളൂ, അപ്പൊ അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തരുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെ, വാട്ടർ, അതേമാതിരി തന്നെ മിൽക്ക് പൗഡർ, മിൽക്ക്, ഓയില്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിറ്റിൽ എന്ന് നമ്മൾ പറയുന്നത്. ഫ്യൂ എന്ന് പറയുന്നത് എന്താണ്? എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ. ദർ ഈസ് എ ഫ്യൂ ബുക്സ് ഇൻ മൈ ഷെൽഫ്, ദർ ഈസ് ഫ്യൂ പെൻസ് ഇൻ മൈ ബോക്സ്. എന്താണ്? എനിക്ക് എൻ്റെ ബോക്സിൽ കുറച്ച് പെന്നുകളേ ഉള്ളൂ, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ പെന്ന്, ബുക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? നമുക്ക് എണ്ണാൻ പറ്റും അല്ലെ. അപ്പൊ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഫ്യൂ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കാൻ ലിറ്റിൽ എന്ന് നമ്മൾ പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കി വെക്കുക. ലിറ്റിൽ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറച്ച്, അല്പം എന്ന് തന്നെയാണ് മലയാളത്തിൽ അർത്ഥം വരുന്നത്. ലിറ്റിൽ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ എന്നതാണ് അതിന്റെ മലയാളത്തിൽ അർത്ഥം വരുന്നത്. കുറച്ചേ ഉള്ളൂ, കുറച്ച് പാലേ ഉള്ളൂ, കുറച്ച് വാട്ടറേ ഉള്ളൂ, കുറച്ച് എണ്ണയുള്ളൂ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതിനെ കാണിക്കാനാണ് നമ്മൾ ലിറ്റിൽ ഫ്യൂ എന്ന് പറയുന്നത്. അതൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തരുന്നത്. എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുണ്ട്, കുറച്ച് വാട്ടർ ഉണ്ട്, കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് പെന്നുണ്ട്, കുറച്ച് ബുക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ ലിറ്റിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? പോസിറ്റീവ് ആണ്. ദെൻ അടുത്തത് ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെ കൂടെയാണ് നമ്മളത് യൂസ് ചെയ്യാറുള്ളത്. എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ആവാം, ഓയിൽ ആവാം, സോയിൽ ആവാം, അതുപോലെ തന്നെ ഷുഗർ ആവാം, ടീ ആവാം. ഇതൊക്കെ എന്താണ്? ലിറ്റിൽ എന്ന് പറയുമ്പോൾ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്റിൽ എന്ന് നമ്മൾ ചേർക്കാറുള്ളത്. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ബുക്കോ പെന്നോ പെൻസിലോ എന്തും ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂ എന്നുള്ളത് കാര്യം നമ്മൾ ചേർക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലിറ്റിൽ ഫ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.